നമസ്കാരം. എല്ലാവർക്കും കുങ്കി ന്യൂസ് ചാനലിന്റെ ഹോളി ക്രോസ് CSA നിലമാമൂട് സഭയുടെ VBS വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആഘോഷങ്ങളും ആർപ്പുവിളികളുമായി ഇന്ന് VBS സമാപനം. കൃത്യനിഷ്ഠത പാലിക്കാതെ രണ്ട് ടീമിലെയും ഡയക്കോണിയമാർ. അക്ഷരസ്ഫുടതയില്ലാതെ അലീന. VBSൽ പിള്ളർ പിടുത്തക്കാർ. കുടപരസ്യത്തിൽ മിന്നിത്തിളങ്ങി അപർണ. എക്സിബിഷൻ ആചരിച്ച് VBS കുഞ്ഞുങ്ങൾ. സ്നേഹസദ്യയിൽ വലിയ വിരുന്നൊരുക്കി സീനിയേഴ്സ്. അതിഗംഭീരമായി VBS ലേലം. വാർത്തകൾ വിശദമായി. ആഘോഷങ്ങളും ആർപ്പുവിളികളുമായി ഇന്ന് VBS സമാപനം. ഹോളി ക്രോസ് CSA നിലമാമൂട് സഭയിൽ 7/4/2024 ഞായർ മുതൽ തുടങ്ങിയ VBSന് ഇന്ന് സമാപനം. ആഘോഷങ്ങളും പാട്ടും നൃത്തവും ജ്ഞാനവുമായി തുടങ്ങിയ VBSന് ഇന്നേ ദിവസം സമാപനം. രാവിലത്തെ VBS റാലിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ പങ്കെടുത്തു. എന്നാൽ നഴ്സറി ഗ്രേഡിലെ അമയ ജാസ്മിന് തൊപ്പി കിട്ടിയതിനെ യൂജിൻ സാർ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് അമയ വാവിട്ട് കരയുകയും സജിത എന്ന മാതാവ് അതിനെതിരെ പരാതിയായിട്ട് വരികയും ചെയ്തു. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ സമാപന യോഗം നടന്നു വരുന്നു. എല്ലാ കുട്ടികളും അതീവ സന്തോഷത്തിലും ഊർജ്ജസ്വലതയിലായിരിക്കുന്നുവെങ്കിലും VBS തീരാൻ പോകുന്നതിൻ്റെ വിഷമവും എല്ലാവരുടെ മുഖത്തുണ്ട്. കൃത്യനിഷ്ഠത പാലിക്കാതെ രണ്ട് ടീമിലെയും ഡയക്കോണിയമാർ. VBSന്റെ 6ാം ദിവസമായി ഇന്നലെ വൈകിയാണ് VBS ആരംഭിച്ചത്. എന്നിട്ട് പോലും കൃത്യനിഷ്ഠത പാലിക്കാതെ രണ്ട് ടീമിലെയും ഡയക്കോണിയമാർ. ഡയക്കോണി എന്ന പദത്തിനർത്ഥം ലീഡർ എന്നാണ്. എന്നിട്ട് പോലും ആ ലീഡേഴ്സ് മാർഗമാകുന്നില്ലെന്ന് പറഞ്ഞ് അഭിഷേക് സാർ വിമർശിച്ചു. എന്തുകൊണ്ടാണ് താമസിച്ചതെന്ന് ചോദിച്ചതിന് കെരൂബ്സ് ടീമിലെ ഡയക്കോണിയായ ജോഷ്നിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഞാൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് വരാറുണ്ട്. ഇന്ന് 9 മണിക്കാണ് VBS തുടങ്ങിയത്, അതും താമസിച്ചു. എന്നത്തെയും പോലെ 8 മണിക്ക് VBS ആരംഭിച്ചിരുന്നുവെങ്കിൽ കൃത്യസമയത്ത് ഞാൻ വരുമായിരുന്നു. ഡയറക്ടേഴ്സ് VBS താമസിച്ച് വെച്ചതിലാണ് ഞാൻ താമസിച്ചതെന്നും നേരത്തെ വെച്ചിരുന്നുവെങ്കിൽ നേരത്തെ എത്തുമായിരുന്നുവെന്ന് ജോഷ്നിയുടെ തള്ളൽ. എന്നാൽ ഇതേ സമയം സെറാഫ്സ് ടീമിലെ ഡയക്കോണിയായ അപർണയോട് എന്താ താമസിച്ചതെന്ന് കേട്ടപ്പോൾ തനിക്ക് രാവിലെ വീട്ടിൽ എഴുന്നേറ്റ് അമ്മയുടെയും അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങളെല്ലാം നോക്കണമെന്നും ചോറും കറിയുമെല്ലാം വയ്ക്കാനുണ്ട്, വീട് ക്ലീൻ ചെയ്യാനുണ്ട്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അഭിഷേക് സാർ വരാൻ പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞു. അല്ലാതെ ഡയറക്ടേഴ്സ് പറയും പോലെ എനിക്ക് വരാൻ പറ്റില്ല എന്നാണ് അപർണ അറിയിച്ചത്. എന്തായാലും രണ്ട് ഡയക്കോണിയമാരുടെയും കൃത്യനിഷ്ഠതയിൽ പെട്ടിരിക്കുകയാണ് ഡയറക്ടേഴ്സ്. ഒരിടവേളയ്ക്ക് ശേഷം വാർത്തയിലേക്ക് മടങ്ങി വരാം. നല്ലതും തരണേ അമ്മ. വാർത്തകളിലേക്ക് ഒരു മടങ്ങി വരവ്. അക്ഷരസ്ഫുടതയില്ലാതെ അലീന. VBSന്റെ 5ാം ദിവസ വാർത്തയിൽ ഇന്നലെ അക്ഷരസ്ഫുടതയില്ലാതെ അലീന. ഡയക്കോണിയമാരെ ഡിക്കോണി എന്ന് നാമകരണം ചെയ്ത് അലീന. അലീന ഒരു പക്ഷേ പുതിയ എബ്രായോ ഗ്രീക്ക് ഭാഷയിൽ നിന്നൊരു പദം കണ്ടെത്തിയതായിരിക്കുമെന്ന് പറഞ്ഞ് യൂജിൻ സാർ രംഗത്ത്. എന്നാൽ ഇത് പുതിയ പദമൊന്നുമല്ല. നീണ്ടുനിരന്ന പല്ലുകൾ ഉണ്ടെങ്കിലും അവൾ നാക്ക് വടിക്കില്ല എന്നായിരുന്നു റിയയുടെ പ്രതികരണം. ഇനിയെങ്കിലും നാക്ക് വടിക്കാനും ആ നാവ് കൊണ്ട് വാക്കുകൾ സ്ഫുടതയോടുകൂടി വായിക്കാനുമായി അലീന ഒരു ടങ് ക്ലീനർ വാങ്ങിക്കൊടുക്കാമെന്നും റിയ പറഞ്ഞു. VBSൽ പിള്ളർ പിടുത്തക്കാർ. VBSന്റെ 6ാം ദിവസത്തിൽ പള്ളിക്കകത്ത് തന്നെ പിള്ളർ പിടുത്തക്കാർ. മിഠായിയും ബലൂണും നൽകാമെന്ന വ്യാജേന നഴ്സറി ക്ലാസ്സിലെ ഷാരോണ എന്ന വിദ്യാർത്ഥിയെ
റിട്ടു എന്ന പിള്ളേർ പിടുത്തക്കാരൻ പിടിച്ചുകൊണ്ടുപോയി. നഴ്സറി അധ്യാപികയായ പ്രിൻസി ടീച്ചർ പോലും അറിയാതെയായിരുന്നു ഈ കടത്തം. തട്ടിക്കൊണ്ടുപോയി പള്ളിയുടെ പിൻഭാഗത്ത് ഒളിപ്പിക്കുകയായിരുന്നു. എന്നാൽ ബലൂൺ പെരുകിയ സമയത്ത് അത് പൊട്ടിയതിനെ തുടർന്നുണ്ടായ ശബ്ദത്തിൽ കുട്ടി നിലവിളിച്ച് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് അവിടെ എത്തിച്ചേർന്ന ഷൈനി ടീച്ചറാണ് സംഭവം കണ്ടത്. ഷാരോണയെ എടുത്ത് തിരികെ ക്ലാസ്സിൽ കൊണ്ടുവിടുകയും റിറ്റോയെ പാറശാല പോലീസിന് കൈമാറുകയും ചെയ്തു. ഒരു ചെറിയ ഇടവേള. തിരിച്ച് വാർത്തകളിലേക്ക്. കുട പരസ്യത്തിൽ മിന്നിത്തിളങ്ങി അപർണ. മിനിഞ്ഞാന്ന് നടന്ന അഡ്വർടൈസ്മെന്റ് ഷോയിൽ പോപ്പി കുടയേക്കാളും തിളങ്ങി അപർണ. കുടയെ പ്രസിദ്ധമാക്കാനായി എത്തിയ അപർണ അതിനേക്കാളും പ്രസിദ്ധമായി. കുടയുടെ പരസ്യം ചെയ്യാൻ വന്നപ്പോൾ കമ്പി ഒടിഞ്ഞ കുടയാണ് താൻ എടുത്തുകൊണ്ട് വന്നതെന്ന് അറിയാതെ എന്ന് അപർണ. പോപ്പി കുട വാങ്ങാനായി ആഗ്രഹിക്കുന്നവർ പോലും വാങ്ങാത്ത വിധമാകുന്നതായിരുന്നു അപർണയുടെ പ്രകടനം. എന്നാൽ ശരദ ടീച്ചർ തന്നെ ചതിച്ചതാണെന്നും നല്ല കുടയെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് മോശമായതാണെന്നും താൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ അപർണ കരഞ്ഞു. ആ കരച്ചിലിനെ മാനിച്ച് പോപ്പിക്കുട കമ്പനി അപർണയെ പരസ്യത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും തനിക്കെതിരെ ആക്ഷൻ എടുക്കാതെയും വരുന്നു. കാണാനില്ല. സെറാഫ് ടീമിലെ സീനിയർ വിദ്യാർത്ഥിനിയായ അമൃതയെ കാണാനില്ല. മെലിഞ്ഞ ശരീരവും നീണ്ടു നേർത്ത പല്ലുകളും ഉണ്ടക്കണ്ണും കാലറ്റം വരെ കൂന്തലുള്ളതുമായ അമൃതയെ ഇന്നലെ മുതൽ കാണാനില്ല. ഇങ്ങനെ ഒരാളെ കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം ആംബുലൻസ് വിളിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കേണ്ടതാണെന്ന് അറിയിച്ചിരുന്നു. എക്സിബിഷൻ ആചരിച്ച BBS കുഞ്ഞുങ്ങൾ. BBSന്റെ 6ാം ദിവസമായ ഇന്നലെ എക്സിബിഷൻ ആചരിച്ച് BBS കുഞ്ഞുങ്ങൾ. എല്ലാ ക്ലാസ്സുകളിലും ചാർട്ട് പേപ്പറും കൊണ്ട് കുട്ടികളുടെ ക്രാഫ്റ്റ് വർക്കുകളും നിറഞ്ഞു. എന്നാൽ സീനിയർ C ക്ലാസ് മാത്രം ഇതിൽ നിന്നെല്ലാം വേറിട്ട് കാടുകളും വള്ളികളും കൊണ്ട് നിറഞ്ഞു. എന്നാൽ ആ കാട്ടിലും ഇത്തിൽ വള്ളിയിലും സന്തോഷം കണ്ടെത്തിയ കുട്ടികളും ഡയറക്ടേഴ്സും. ഇൻസ്പെക്ഷനിൽ അഭിഷേക് സാറിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കുട്ടികൾ വിറച്ചുപോയി. ആകെ മൊത്തത്തിൽ അലങ്കാരങ്ങളും ആഘോഷങ്ങളുമായി BBSന്റെ എക്സിബിഷൻ കടന്നു. ഒരു ഇടവേള. കാലം വേണ്ടാതെ തന്നെ ചന്ദ്രൻ മുന്നിൽ തിളങ്ങുമ്പോൾ പ്രകാശം എന്തൊരു വേണം. ചന്ദ്രനെ പോലെ തിളങ്ങും മുഖം പുതിയ ലാസ്റ്റുണ്ട്. ഇതിലൂടെ ചന്ദ്രനെ പോലെ തിളങ്ങും മുഖം പുതിയ ലാസ്. വാർത്തയിലേക്ക്. സ്നേഹസദ്യയിൽ വലിയ വിരുന്നൊരുക്കി സീനിയേഴ്സ്. മെനഞ്ഞാന്ന് നടന്ന സ്നേഹസദ്യയിൽ വലിയ വിരുന്നൊരുക്കി സീനിയേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് വിചിത്രമായി കൂട്ടസദ്യ ഒരുക്കി. എല്ലാവരുടെയും ചോറ് ഒന്നിച്ച് തട്ടിയാണ് അവർ സദ്യ ഒരുക്കിയത്. എന്നാൽ അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നുവെന്ന് സീനിയർ ബിയിലെ അധ്യാപികയായ നീന ടീച്ചർ പറയുകയുണ്ടായി. ഇങ്ങനെയൊരു സ്നേഹസദ്യ തൻ്റെ BBS അനുഭവത്തിൽ തന്നെ ഇതാദ്യമായെന്ന് നീന ടീച്ചർ കൂട്ടിച്ചേർത്തു. എന്നാൽ നഴ്സറി ക്ലാസ്സിലെ നിദാനിയയുടെ കണവത്തോരൻ അഭിഷേക് സാർ കൈയിട്ട് വാരിയെന്ന് നിദ്യാനിയുടെ അമ്മയായ സോണിയ ടീച്ചർ BBS കൺവീനറായ വിജില ടീച്ചറിൻ്റെ അടുത്താണ് പരാതി കിട്ടിയത്. എന്നാൽ താൻ കൊതിമൂത്താണ് കൈയിട്ട് വാരിയതെന്നും ഇനി ഒരിക്കലും നഴ്സറി പിള്ളേരിൽ നിന്ന് കൈയിട്ട് വാരില്ലെന്നും ബാക്കി ക്ലാസ്സുകളിൽ നിന്ന് തട്ടിക്കൊള്ളാമെന്നും അഭിഷേക് സാർ അറിയിച്ചു. അതിഗംഭീരമായി BBS ലേലം. BBSന്റെ ലേലം അതിഗംഭീരമായി നടന്നു. ആ ലേലത്തെ അതിഗംഭീരമാക്കിയത് എസ്പെഷ്യലി ആ ലേലവിളി തന്നെയായിരുന്നു. ആദ്യം യൂജിൻ സർ ലേലവിളി തുടങ്ങി. എന്നാൽ അതിനെ തളർന്ന സർ ലേലം വിളിക്കാനായി അഭിജിത്തിനെ ഏൽപ്പിച്ചു. യൂജിൻ സാറിന്റെ വിളിയുടെ മാതൃക കണ്ടിട്ടാണോ എന്നറിയുന്നില്ല, വൻ ശോകമായിരുന്നു അഭിഷേക് സാറിന്റെ ലേലം വിളി. ആ വിളി ആർക്കും ലേലത്തിൽ പങ്കെടുക്കാനൊരു പ്രചോദനം നൽകിയില്ല. അതിനാൽ തന്നെ അഭിജിത്ത് അതിൽ നിന്ന് പിന്മാറി. അടുത്തതായി ലേലം വിളിച്ചത് സീനിയർ വിദ്യാർത്ഥിയായ അജയാണ്. ശരിക്കും അജോയുടെ ലേലം വിളിയിൽ എല്ലാവരും ഞെട്ടി തന്നെ പണ്ടാരമണയും. പക്ക എക്സ്പേർട്ടായിരുന്നു അജോ ആ ലേലം വിളിയിൽ. അജോയുടെ വിളി കേട്ട്
കുട്ടി. വീട്ടിലിനി സ്ഥലമുണ്ടോയെന്ന് അറിയത്തില്ല. അവൻ്റെ വിളിയിൽ സംതൃപ്തനായ സൺഡേ സ്കൂൾ സെക്രട്ടറിയായ ജയ ടീച്ചർ അവനെ ജൂനിയർ കപ്പിയാണെന്ന് പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തു. വധുവിനെ ആവശ്യമുണ്ട്. സുന്ദരനും സുമുഖനും ഗായകനും എക്സ്പ്രഷൻ ക്യൂനും ഉപ്പിളി നിപ്പോ ചേച്ചിയുടെ ഏക ശിഷ്യനും കറുത്ത മുടിയുടെ ഇടയിൽ നരച്ച മുടിയും 45 വയസ്സുള്ള അഭിഷേക് സാറിന്റെ വധുവിനെ അന്വേഷിക്കുന്നു. റിക്വയർഡ് ക്വാളിറ്റീസ്: നീണ്ട കാർപ്പുണ്ടൻ, മുല്ലമുട്ട് പോലുള്ള പല്ലുകൾ, വെളുത്ത നിറം, ഡാൻസ് മാസ്റ്റർ വിക്രമിന്റെ സഹോദരിയായിരിക്കണം, മാൻപേയുടെ കണ്ണുകൾ. ഇത്രയും സവിശേഷതകളേക്കാൾ കൂടുതലുള്ള 30 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മുൻഗണന. കാലാവസ്ഥ: യൂജിൻ സാറിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിലും അഭിഷേക് സാറിന്റെ നൃത്ത ചുവടുകളും അനുഷ്മ ടീച്ചറുടെ തുള്ളിച്ചാട്ടവും സഹിക്കാൻ കഴിയാതെ അന്തരീക്ഷം ഇപ്പോൾ ചൂട് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചൂട് കണ്ണീർ കണമായി അതിശക്തമായി മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ന് മഴ പെയ്തു. അതിനാൽ എല്ലാവരും ജാഗരൂകരായിരിക്കുക. ഇതോടുകൂടി ഈ വർഷത്തെ VPS വാർത്തകൾക്ക് വിരാമം. താങ്ക് യു.